ഇനി കൊല്ലം കോർപ്പറേഷനിലേക്ക് പോകുമ്പോഴും അവിടെയും പരാതി തന്നെയാണ്. കോർപ്പറേഷനിൽ 10 ഡിവിഷനുകളിലാണ് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരെ INL മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റ് പോലും പാർട്ടിക്ക് നൽകാത്തതിലാണ് അവരുടെ പ്രതിഷേധം. മുന്നണിയിലെ ചിലരുടെ വാശിയാണ് സീറ്റ് നിഷേധിക്കാൻ കാരണമെന്നാണ് INL ജില്ലാ നേതൃത്വം മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. കോർപ്പറേഷന് പുറമെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും INL സ്ഥാനാർത്ഥികളെ നിർത്തും. തിരഞ്ഞെടുപ്പ് കാലം അത് വിമതരുടെയും ഒപ്പം തന്നെ മുന്നണി മാറ്റങ്ങളുടെയൊക്കെ ഒരു കാലം കൂടെയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം LDFൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണ്. INL LDF മുന്നണിയുടെ ഭാഗമായിട്ടുള്ള INL ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ അവരുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. INLന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ അക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. എന്താണ് മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ മത്സരിക്കാൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതിന്റെ കാരണം? ഞങ്ങൾ ഇപ്പോഴും മുന്നണി തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഞങ്ങൾക്ക് മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ MLA ഉണ്ട്. അതുപോലെ തന്നെ തുടർന്നു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എങ്കിലും കൊല്ലം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സീറ്റ് ഇപ്പോൾ ഈ പ്രാവശ്യം നൽകിയിട്ടില്ല. ഞങ്ങൾ 2 സീറ്റോട് അധികപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് രേഖാമൂലം അവർക്ക് കത്ത് കൊടുത്തിരുന്നതാണ്. അങ്ങനെ മുന്നണി ഏകോപന സമിതിയിൽ LDF ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനം അംഗീകരിക്കാം, അത് പരമാവധി പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാത്തിരുന്നത്. വർക്ക് തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ആ സീറ്റ് നിങ്ങൾക്കല്ല, ഘടകകക്ഷി വേറൊരാളിനെ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറത്തുള്ളൊരു വിഷമമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വാക്ക് പാലിക്കാത്തത് കൊണ്ട് എന്തായാലും നമുക്ക് സ്വാധീനമുണ്ട്, INLന് സ്വാധീനമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന 10 സീറ്റുകളിലാണോ മത്സരിക്കുന്നത്? ഞങ്ങൾ ഏകദേശവും അങ്ങനെ തന്നെയാണ്. ഈ 10 സീറ്റ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊല്ലൂർവിള കയ്യാലക്കൽ ഡിവിഷനൊക്കെ എന്ന് പറയുന്നത് INL വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുകയും പ്രവർത്തകരുള്ളതും ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിലകൊള്ളുന്നതും ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ മത്സരിച്ച അതേ ഡിവിഷനിലാണ്. ഇപ്പം മറ്റൊരു ഘടകകക്ഷിക്ക് കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരു പ്രവർത്തകനില്ലാത്ത ഒരു ഡിവിഷൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ LDF എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു സീറ്റ് ലഭിച്ചില്ല, അതിന്റെ പേര് 10 സീറ്റ് നിൽക്കുന്നു. നിലവിൽ അതായത് 25 വർഷമായിട്ട് LDF തന്നെ ഭരിക്കുകയാണ്. ഒരുപക്ഷെ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പരാജയത്തിൽ അത് നയിക്കില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോഴത്തെ താല്പര്യം. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം വോട്ടില്ല എന്ന് മറ്റുള്ളവർ പറയുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ കഴിവ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല LDFനുള്ള വിരോധമോ മറ്റു തരത്തിലുള്ള നേതാക്കന്മാരുടെ വിരോധമോ ഒന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് മത്സരിക്കുന്നത്. കൊല്ലൂരുള്ള വാർഡിലാണ് മത്സരിക്കുന്നത്. എന്താണ് ഒരു പ്രതീക്ഷ? നിങ്ങൾ നേരത്തെ വർക്കൊക്കെ തുടങ്ങി എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. തീർച്ചയായിട്ടും 36 വർഷം CPMനകത്ത് പ്രവർത്തിച്ച് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ചിലരുടെ താല്പര്യം, സ്വാർത്ഥ താല്പര്യം, ഇത് മുന്നണിയോട് മാത്രമല്ല, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ വിശ്വസിച്ച് 36 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന എന്നോടും പാർട്ടി ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. പാർട്ടിയിലെ നേതാക്കന്മാർ 3-4 പേരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം, അവർ പറയുന്നവർ മാത്രമേ അധികാര സ്ഥാനങ്ങൾ ഇരിക്കാവൂ, അവർ പറയുന്നവർ മാത്രമേ മത്സര രംഗത്ത് വരാവൂ. അതുപോലെ തന്നെ ഈ മുന്നണിയിലും അവർ ആ പ്രവൃത്തി കാണിച്ചു. INLനോട് പ്രവർത്തനം ആരംഭിക്കാൻ പറഞ്ഞതിന് പിന്നാലെയാണ് നേതൃത്വം അത് ആരംഭിച്ചത്. ജനതാദൾ S-നാണ് ഇപ്പോൾ അത് നൽകിയിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 10 സീറ്റുകളിലാണ് INL സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. മുന്നണി വിടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനി എത്തരത്തിലാണ് LDFനെ ബാധിക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമാകും വ്യക്തമാവും. കൊല്ലത്താണ് INL ഇടഞ്ഞു നിൽക്കുന്നത്.